8ന്റെ പണിയും 16ന്റെ പണിയും ഒക്കെ ഒരുമിച്ച് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ എനിക്കിന്നത് കിട്ടി. ഇന്ന് രാവിലെ തന്നെ കേക്ക് വർക്ക് തുടങ്ങിട്ടോ. ആകെ ഒരു കേക്കേ ഉള്ളൂ, പക്ഷെ ഫുള്ള് ഫൊണ്ടൻ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങാൻ കരുതി. കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ച് ഫൊണ്ടൻ്റ് ടോപ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഓവനിലും വെച്ച് ഇച്ചിരി നേരം പോയി കിടന്നതേ ഓർമ്മയുള്ളൂ. അറിയാണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ നീക്കണത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞോട്ടോ. ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ യൂണിക്കോൺ കുട്ടന്മാരൊക്കെ സാഷ്ടാംഗം പ്രണമിച്ചു കൊടുക്കണം. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഫൊണ്ടൻ്റ് ടോപ്പേഴ്സ് ചെയ്യാന്നുള്ളത്. വൈകുന്നേരം കൊടുക്കേണ്ട കേക്കായതുകൊണ്ട് തന്നെ മനസ്സോടെ വീണ്ടും പണി തുടങ്ങി. ഈ തളർന്നിറങ്ങുന്ന കുട്ടന്മാരെയൊക്കെ നമുക്കൊന്ന് പുതുക്കിയെടുത്താലോ? ഫൊണ്ടൻ്റിനൊക്കെ നല്ല വിലയാണ്, ലേശം പോലും കളഞ്ഞൂടാ. കുറച്ചു നേരം കഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. എന്നാലും എന്തോ മുഖത്തൊരു വിഷമം പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഫിനിഷിംഗ് വർക്ക് കഴിച്ചേച്ച് കുഞ്ഞാപ്പിനെ വിളിക്കാൻ പോവാ കരുതി. അടിപൊളി. അല്ലെങ്കിലും വിളിക്കാൻ പോകാൻ നേരം ഒരു മഴ പതിവാ. അവനെയും വിളിച്ച് വന്നപ്പോൾ കസേരയിൽ കടലാസ് ഇരിക്കണു. ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. എടുത്തു നോക്കിയപ്പോൾ മൂത്താളുടെ പണിയാന്ന് മനസ്സിലായി. സ്കിറ്റിൽ ഫസ്റ്റ് കിട്ടിയതിൻ്റെ പൊലിവാർന്നു. ഇവരെ പോലെ എനിക്കും കോഴീനൊക്കെ പിടിക്കാൻ പേടിയാട്ടോ. അവരുടെ തൊഴുമ്പോൾ തന്നെ കൈ വിറയ്ക്കും. അവൾക്കൊരു പൂതി, അത് നടത്തി കൊടുക്കുക അമ്മ. ഇത് ഇക്കാൻ്റെ മോളാട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ആയിരുന്നു. കുട്ടികളെ താളത്തിനുള്ള ഇവനെ കിട്ടുമോ? അതുകൊണ്ട് ഇവന് ലീവ് കിട്ടി വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് ഒന്നും വീട്ടിലിരിക്കും, വെറുതെ കിട്ടില്ല. മൈരി വാങ്ങിക്കൊടുത്തപ്പോൾ ഉമ്മാൻ്റെ 2 ആട്ട് കേട്ടപ്പോഴൊക്കെ കൂടി വീട്ടിൽ കയറിയത്. നാളേക്ക് വർക്ക് ഉണ്ട് കേട്ടോ. സ്പഞ്ച് ഇപ്പം തന്നെ അടിച്ചു വെച്ചാലേ കാര്യങ്ങൾ നടക്കൂ. അപ്പം ഇൻഷാല്ലാ നാളെ കാണാം.